അന്തരീക്ഷത്തിന്റെ അതിരുകൾക്കപ്പുറം ശത്രുവിന്റെ ചിറകുകൾ അറിയാതെ വിറയ്ക്കുന്ന നിമിഷം. ആകാശസീമകളെ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ റഷ്യ തീർത്ത വിപ്ലവകരമായ പ്രതിരോധത്തിന്റെ അജയ്യ കവചമാണ് S-500 പ്രോമിത്യൂസ്. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും തകർത്തെറിഞ്ഞ് ലോകത്തെ വിറപ്പിച്ച S-400ന്റെ യുഗത്തിനു ശേഷം ഹൈപ്പർസോണിക് വേഗതയും ബഹിരാകാശ സാങ്കേതിക വിദ്യകളെയും നിഷ്പ്രഭമാക്കാൻ അവതരിച്ച ആകാശത്തിലെ പുതിയ സുൽത്താൻ. സ്ട്രാറ്റോസ്ഫിയറിലെ അതിവേഗ ഭീഷണികളെയും ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയും വരെ തത്സമയം വേട്ടയാടി തകർത്തുകളയുന്ന ഈ വൻശക്തി അടുത്ത 2 ദശാബ്ദങ്ങളിൽ ആഗോള വ്യോമ പ്രതിരോധത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആത്യന്തിക അത്ഭുതമാണ്. പ്രമുഖ മാധ്യമങ്ങളായ NDTV, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാഷ്ട്രങ്ങളുടെ സൈനിക ശക്തിയെയും വ്യോമാതിർത്തി സുരക്ഷയും പുനർനിർവചിച്ച ഒന്നായിരുന്നു റഷ്യയുടെ S-400 ത്രയം മിസൈൽ പ്രതിരോധ സംവിധാനം. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള S-400 ദശാബ്ദങ്ങളായി ആകാശത്ത് ഒരു അഭേദ്യ കോട്ടയായി നിലകൊണ്ടു. എന്നാൽ സാങ്കേതിക വിദ്യ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുകയും യുദ്ധങ്ങൾ ബഹിരാകാശത്തിന് തൊട്ടടുത്തുള്ള സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പടരുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ S-400നും അപ്പുറം ഒരു വൻശക്തി റഷ്യയ്ക്ക് ആവശ്യമായിരുന്നു. ആ അന്വേഷണത്തിന്റെ വിപ്ലവകരമായ ഉത്തരമാണ് S-500 പ്രോമിത്യൂസ്. അടുത്ത 2 ദശാബ്ദത്തിനുള്ളിൽ S-400ന്റെ സിംഹാസനം കീഴടക്കാൻ ഒരുങ്ങുന്ന ഈ നൂതന ആയുധം വെറുമൊരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല, മറിച്ച് ബഹിരാകാശ പ്രതിരോധത്തിന്റെയും ഹൈപ്പർസോണിക് ഇന്റർസെപ്ഷന്റെയും പുതിയ ചരിത്രമാണ്. റഷ്യൻ വ്യോമ പ്രതിരോധ തത്വചിന്തയുടെ മുകൾത്തട്ടിൽ നിലകൊള്ളുന്ന S-500 പ്രോമിത്യൂസ് ഏകദേശം $2.5 ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവ് വരുന്ന അതീവ സങ്കീർണമായ ഒരു അടുത്ത തലമുറ പ്ലാറ്റ്ഫോമാണ്. സാധാരണ വ്യോമസേനാ വിമാനങ്ങളെ തടയുന്നതിനേക്കാൾ ശത്രു രാജ്യങ്ങളുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ, ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ എന്നിവയെ കൃത്യമായി നിരീക്ഷിച്ച് തകർക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. S-400ന്റെ പ്രവർത്തന പരിധി 400 കിലോമീറ്റർ ആണെങ്കിൽ S-500 അതിർത്തി നിർണ്ണയിക്കുന്നത് 600 കിലോമീറ്റർ ദൂരത്തിലാണ്. അതായത് ശത്രുക്കളുടെ ബോംബറുകൾക്കും വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾക്കും റഷ്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത വിധം അവയുടെ സ്വന്തം പ്രഹര പരിധിക്ക് പുറത്തേക്ക് അവയെ തള്ളിവിടാൻ S-500ന് സാധിക്കുന്നു. S-500 പ്രോമിത്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സ്ട്രാറ്റോസ്ഫിയറിലും ഉപഗ്രഹ ഭ്രമണപഥങ്ങളിലും തീർക്കുന്ന സുരക്ഷാ കവചമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന കൂറ്റൻ 77 N6 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഭൂമിയിൽ നിന്ന് 200 കിലോമീറ്റർ വരെ ഉയരത്തിൽ എത്താൻ കഴിയും. ഇതുവഴി താഴ്ന്ന ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ശത്രു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെയും ആശയവിനിമയ ശൃംഖലകളെയും തത്സമയം ആക്രമിക്കാൻ S-500ന് പ്രാപ്തമാകുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹൈപ്പർസോണിക് ആയുധങ്ങളെ പിടികൂടാൻ ശേഷിയുള്ള ഒരു അത്ഭുത സംവിധാനമാണിത്. സെക്കൻഡിൽ 5 മുതൽ 7 കിലോമീറ്റർ വരെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന 10 ഹൈപ്പർസോണിക് ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അവയെ വായുവിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനും S-500ന്റെ ഹൈസ്പീഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കും. വേഗതയേറിയ ഹൈപ്പർസോണിക് മിസൈലുകൾ വരുന്നത് നിമിഷ നേരം കൊണ്ടായതിനാൽ മനുഷ്യന്റെ പ്രതികരണ ശേഷി ഇത്തരം യുദ്ധങ്ങളിൽ പരാജയപ്പെടും. ഇവിടെയാണ് S-500ന്റെ ഡിജിറ്റൽ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. S-400 പ്രതികരിക്കാൻ എടുത്തിരിക്കുന്ന 10 സെക്കൻഡ് സമയം S-500 കേവലം 4 സെക്കൻഡിൽ താഴെയായി ചുരുക്കി. അതീവ കൃത്യതയുള്ള ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ കമാൻഡ് പോസ്റ്റുകൾ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ തൽക്ഷണം വിശകലനം ചെയ്ത് കിൽ ചെയിൻ യാഥാർത്ഥ്യമാക്കുന്നു. ഇതിനായി ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റഡാറുകൾ, ഹൈ പ്രെസിഷൻ ട്രാക്കിംഗ് റഡാറുകൾ, വിവിധ ഫ്രീക്വൻസി ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ബാൻഡ് റഡാർ സ്യൂട്ടുകൾ എന്നിവ അടങ്ങിയ വൻ സജ്ജീകരണമാണ് S-500 സംവിധാനത്തിലുള്ളത്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളെ പോലും കണ്ടുപിടിക്കാൻ ഈ റഡാറുകൾ സഹായിക്കുന്നു. റഷ്യ പ്രോമിത്യൂസ് സിസ്റ്റത്തിന് തന്നെ അതീവ രഹസ്യവും പ്രത്യേകവുമായ ഒരു പതിപ്പായി S-550 സ്ട്രാറ്റജിക് ഷീൽഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ പ്ലാറ്റ്ഫോം ശത്രുക്കളുടെ നിർണായകമായ ICBM വാർഹെഡുകളെയും അമേരിക്കൻ നിർമ്മിത X-37B പോലുള്ള ക്ലാസിഫൈഡ് ബഹിരാകാശ പേടകങ്ങളെയും വേട്ടയാടുന്നതിന് മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വലിയ ഇന്റർസെപ്റ്ററുകൾ വഹിക്കാൻ ശേഷിയുള്ള 8x8 10x10 വീൽഡ് ട്രാൻസ്പോർട്ട് എറക്ടർ ലോഞ്ചറുകളാണ് S-500നും S-550ക്കും ഉപയോഗിക്കുന്നത്. ഇത് വേഗത്തിൽ സ്ഥാനം മാറ്റാൻ സഹായിക്കുന്നതിനാൽ എതിരാളികളുടെ തിരിച്ചടികളിൽ നിന്നും മുൻകൂർ ആക്രമണങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനും വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നു. അടുത്തിടെ പ്രതിരോധ രംഗത്തെ വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് S-500 റഷ്യൻ സൈന്യത്തിൽ പരിമിതമായ സേവനത്തിലേക്ക് പ്രവേശിച്ചു എന്നതാണ്. നിലവിൽ മോസ്കോ, വാൽഡായ്, കെർച്ച് കടലിടുക്ക് പാലം തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ S-400 പാൻസിൽ സംവിധാനങ്ങൾക്കൊപ്പം S-500 പ്രോമിത്യൂസും വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ വിതരണ ശൃംഖലകളും എണ്ണ റിഫൈനറികളും ആക്രമിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾക്ക് അഭേദ്യമായ പ്രതിരോധം തീർക്കാൻ റഷ്യ ഇതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. S-500 നിലവിൽ വന്നതോടെ S-400 ഉടനടി പിൻവലിക്കപ്പെടില്ല.
മറിച്ച് S-300V4, S-400, S-500 എന്നിവ ഒന്നിച്ചു ചേർന്ന് ഒരു മൾട്ടി ലെയർ ഡിഫൻസ് നെറ്റ്വർക്കായി പ്രവർത്തിക്കും. വരും ദശാബ്ദങ്ങളിൽ ആഗോള ആകാശ സുരക്ഷാ സമവാക്യങ്ങളെ തിരുത്തിയെഴുതുന്ന ഒരു വൻശക്തിയായി S-500 പ്രോമിത്യൂസ് മാറും എന്നതിൽ സംശയമില്ല. നിലവിൽ പരിമിതമായ ഉൽപാദനം മാത്രമാണ് നടക്കുന്നത് എങ്കിലും വരും വർഷങ്ങളിൽ റഷ്യൻ പ്രതിരോധ സേനയുടെ പൂർണ്ണ നിയന്ത്രണം ഈ അടുത്ത തലമുറ സിസ്റ്റം ഏറ്റെടുക്കും. ഭൂമിയിലെ കരയും കടലിനെയും മാത്രമല്ല, അതിനു മുകളിലുള്ള അന്തരീക്ഷത്തെയും ഭ്രമണപഥങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള S-500 വരും 20 വർഷങ്ങളിൽ വ്യോമ പ്രതിരോധ രംഗത്തെ ആത്യന്തിക വിപ്ലവമായി ലോകത്തിനു മുന്നിൽ നിലകൊള്ളും.